എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള പ്രഷർ കുക്കറും മിക്സിയും ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി നമുക്കൊരു 1.5 ഗ്ലാസ് മൈദ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് അപ്പക്കാരവും എടുത്തിട്ടുണ്ട്. ഇതിനായി നമ്മളൊരു 3/4 ഗ്ലാസ് പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, ചെറിയ ഒരു പീസ് കറുവ ഇത് ഒന്ന് ചതച്ച് ചേർക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 5 മുട്ട കൂടി ചേർക്കാം. ഏലയ്ക്കായും ഗ്രാമ്പും ഒന്നും പൊടിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ പൊടിഞ്ഞു പോകും. ഞാൻ പിന്നെ ഒന്ന് ചതച്ച് ചേർത്തെന്ന് മാത്രം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടി ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് കുറച്ച് ഡേറ്റ്സും നട്ട്സും കൂടി ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർക്കണം. നമ്മളിനിയും എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദമാവ് 2-3 പ്രാവശ്യം അരിപ്പയിൽ നന്നായി നമ്മൾ ഇടഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് പകുതി ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ബാക്കി പൊടി കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. കുക്കറിലാണല്ലോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അതായത് നമുക്ക് ലേശം ഓയിലൊക്കെ തൂത്ത് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുക്കറിനകത്ത് ലേശം ഓയിൽ പുരട്ടി അതിനകത്ത് കുറച്ച് പൊടി തൂവി നമുക്ക് അതിനകത്ത് മാവ് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർക്കാനുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് തട്ടി 2-3 പ്രാവശ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ കുക്കർ നമ്മൾ നേരിട്ട് അടുപ്പിൽ വെക്കാതെ ഒരു പഴയ പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പം അതിൻ്റെ പുറത്ത് മാത്രമേ ഈ കുക്കർ നമ്മൾ വെക്കാവൂ. കുക്കർ നമുക്ക് പതിയെ ഒന്ന് തട്ടി കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയിട്ടുണ്ട്. നമ്മളൊരു പഴയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കുക്കർ എടുത്ത് വെക്കാം. ഒരു 2-3 മിനിറ്റ് നല്ല ചൂടിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റൗ സിമ്മിലാക്കി വെക്കാം. കുക്കറിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടും. ഒരു 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മളിതൊന്ന് തുറന്നു നോക്കി കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 45-50 മിനിറ്റ് ആയപ്പോൾ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവനൊന്നും നമ്മുടെ വീട്ടിലില്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ നടുഭാഗം ഒരു പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കണം. അപ്പോൾ ആ കമ്പിയിലൊന്നും മാവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. പേപ്പറൊക്കെ നമുക്ക് ഒന്ന് മാറ്റി നോക്കാം. അതേ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഓവൻ വീട്ടിലില്ലാത്തവർക്കും ഈ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഇനിയും ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മൈദ ഉപയോഗിക്കാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചും ഇതേപോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വാനില എസൻസ് ഇല്ലെങ്കിലും നമുക്ക് ഇത് ഏലക്കാപ്പൊടിയും മറ്റ് ഗ്രാമ്പൂ കറുവയൊക്കെ ചേർക്കുമ്പം ആ മുട്ടയുടെ ചുവയൊന്നും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ എടുത്തിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അത് ആ ഇഡലി മാവിൻ്റെ ഒരു ലൂസ് നമുക്ക് കിട്ടണം. മാവ് കട്ടിയായിട്ടിരുന്നാൽ നമുക്ക് കുറച്ച് ഇളം ചൂട് പാലൂടെ ചേർത്ത് മാവ് കറക്റ്റ് ലൂസാക്കി എടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.